അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിൽ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. 13th 14th ജനറേഷൻ ലാപ്ടോപ്പുകൾ വരാൻ ചാൻസ് ഇല്ല, എനിക്ക് ചെയ്യാനും താല്പര്യമില്ല എന്നുള്ളത്. പക്ഷെ അവസ്ഥ മാറി. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ 16 GB DDR5 റാമിന്റെ വില ഏകദേശം 28,000 രൂപയും 32 GB റാമിന്റെ വില ഏകദേശം 60,000 രൂപയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞു. ലാപ്ടോപ്പിന്റെ വില അപ്പാടെ മാറിക്കഴിഞ്ഞു. സോ അതുകൊണ്ട് ഇപ്പോ ഒരു 13th ജനറേഷൻ i5 വിത്ത് 4050 ലാപ്ടോപ്പിന്റെ വില ഏകദേശം 1,15,000 രൂപയും. അത് ലെനോവോ എല്ലോക്യൂ ആണ്. 13th ജനറേഷൻ i7 HX പ്രോസസർ വിത്ത് 4050 6GB ലാപ്ടോപ്പിന്റെ വില ഏകദേശം 1,47,000 രൂപയെ എത്തിക്കഴിഞ്ഞു. നമുക്ക് നേരത്തെ ഏകദേശം 1,50,000 രൂപയ്ക്ക് ഇന്റലിന്റെ ആരോ ലേക്ക് പ്രോസസർ, അതായത് അൾട്രാ സീരീസ് വെച്ചുള്ള ലാപ്ടോപ്പുകളൊക്കെ കിട്ടുമായിരുന്നു. നമ്മൾ പലതും റിവ്യൂ ചെയ്തിട്ടുണ്ട്. 16 GB 1TB 5060 ലാപ്ടോപ്പ് ഒക്കെ ഏതാണ്ട് 1,50,000 രൂപയ്ക്കൊക്കെ കിട്ടുമായിരുന്നു. ഇന്ന് അതൊക്കെ ഏതാണ്ട് 2,5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ആ വിലയിലേക്ക് നമ്മുടെ പഴയ റാപ്റ്റർ ലേക്ക് സീരീസ് പ്രോസസ്സറാണ് വന്നിട്ടുള്ളത്. ഇന്റലിന്റെ റാപ്റ്റർ ലേക്ക് നിങ്ങൾക്കറിയാം, ഇന്റലിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ള പ്രോസസ്സറാണ്. HXും മദർ ബോർഡ് കംപ്ലൈന്റുകളും പ്രോസസ്സർ കംപ്ലൈന്റുകളുമായിട്ട് എല്ലാ കമ്പനികളെയും ഒരുവിധം ബുദ്ധിമുട്ടിച്ച പ്രോസസ്സറുകളാണ് ഇന്റൽ റാപ്റ്റർ ലേക്ക് സീരീസ്. സോ ഇപ്പം മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള ലാപ്ടോപ്പും ഇന്റൽ റാപ്റ്റർ ലേക്ക് വെച്ചിട്ടാണ്. നമ്മുടെ കയ്യിൽ ഇന്നുള്ളത് 13645HX എന്ന് പറഞ്ഞ 13th ജനറേഷൻ i7 ബേസ് ചെയ്തിട്ടുള്ള ലെനോവോ എല്ലോക്യൂ ആണ്. അപ്പോൾ ഈ ലാപ്ടോപ്പ് എന്ന് പറയുന്നതിനെ നമ്മൾ സ്ട്രെയിറ്റ് അവേ അൺബോക്സ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇതിന് വളരെയധികം ട്യൂണിങ് സെറ്റിംഗ്സ് ചെയ്യാനായിട്ട് പറ്റും. ലെനോവോയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് അതാണ്. ലെനോവോയുടെ ബയോസ് അണ്ടർവോൾട്ട് അൺലോക്ഡ് ആണ്. നിങ്ങൾക്ക് പ്രോസസർ അണ്ടർവോൾട്ട് ചെയ്യാൻ പറ്റും. അണ്ടർവോൾട്ട് ചെയ്യുന്നതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ കോർ പെർഫോമൻസ് മാക്സിമം കിട്ടും. മൾട്ടി ത്രെഡിന് നമുക്ക് ആവറേജിൽ നിലനിർത്തി തന്നെ പെർഫോമൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. സോ ഇന്റൽ XTU യൂട്ടിലിറ്റി മസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ അറിഞ്ഞിരിക്കണം ഒരു 13th 14th ജനറേഷൻ ലെനോവോ ഉപയോഗിക്കുന്നവർക്ക്. ബാക്കി ലാപ്ടോപ്പുകൾ HP അതേപോലെ ഏസർ അങ്ങനെയുള്ള ഒന്നിലും ബയോസ് അണ്ടർവോൾട്ട് ചെയ്യാൻ അൺലോക്ഡ് അല്ല. അവർ തരുന്ന വോൾട്ടേജസിൽ വെച്ച് ആ ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ ഉപയോഗിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ. ഈ ലാപ്ടോപ്പ് 2 കോൺഫിഗറേഷൻസിൽ അവൈലബിൾ ആണ്. i5 HX വിത്ത് 6GB 4050, i7 HX വിത്ത് 6GB 4050. റാം വരുന്നത് 16 GB DDR5. നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സ്ലോട്ട് അവൈലബിൾ ആണ്. വില മാത്രം മനസ്സിൽ വേണം. ഏകദേശം 25,000 രൂപ റാമിന് മാത്രം വരും. ഇനി SSD വരുന്നത് 512GB ആണ്. അതും നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പറ്റും. 512GB Gen 4 ആണ് ഇതിനകത്തുള്ളത്. 512GB Gen 4 SSDക്ക് ഏകദേശം 10 രൂപ ക്രോസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് രണ്ടും എക്സ്പാൻഡബിൾ ആണ്. ഡിസ്പ്ലേ വരുന്നത് 15.6 144 Hz ഡിസ്പ്ലേ ആണ്. 100% sRGB. ചാർജർ വരുന്നത് 170 watts ആണ്. 240 അല്ല, 170 watts അഡാപ്റ്ററുമായിട്ടാണ് ഈ ഒരു ലാപ്ടോപ്പ് വരുന്നത്. പിന്നെ ഗ്രാഫിക് കാർഡ് വരുന്നത് 6GB RTX 4050 105 watts TGP ഉണ്ട്. ഓവർ ക്ലോക്കിംഗ് കേപ്പബിൾ ആണ്. അത് ലെനോവോയുടെ ഒരു വലിയ മനസ്സിന് നമുക്ക് നന്ദി പറയാം. കാരണം ലെനോവോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കംപ്ലീറ്റ് CPU ആയാലും GPU ആയാലും എല്ലാം നിങ്ങൾക്ക് ഓവർ ക്ലോക്ക് ചെയ്യാനും അണ്ടർ ക്ലോക്ക് ചെയ്യാനുള്ള എല്ലാവിധ ഫെസിലിറ്റിയും ബയോസിൽ ചെയ്തു തന്നിട്ടുണ്ട്. ലെനോവോ എല്ലോക്യൂന്റെ ഓവറോൾ ലുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാനായിരിക്കും ഒരുവിധം ലെനോവോ എല്ലോക്യൂന്റെ നീണ്ട കുറേ വീഡിയോസ് ഇട്ടിട്ടുള്ളത്. സോ സെയിം സാധനം തന്നെയാണ്, പ്രത്യേകിച്ച് യാതൊരു മാറ്റവും ഇല്ല. 4050 വരുന്ന ഈ ഒരു ലാപ്ടോപ്പിന് നമുക്ക് 4 സോൺ RGB കീബോർഡാണ് വരുന്നത്. നിങ്ങൾക്ക് ലെനോവോ വാൻറ്റേജിൽ പോയി കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ലീജിയൻ സ്പേസ് വെച്ചിട്ടുള്ള വോൾട്ടേജ് പവർ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഇതിനകത്തില്ല. അത് ആരോ ലേക്ക് അൾട്രാ സീരീസിന് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ചെറിയ GPU ഓവർക്ലോക്കിംഗ് മാത്രം നമുക്ക് സ്റ്റോക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ മറ്റ് പല ട്യൂണിങ്ങുകൾക്ക് MSI ആഫ്റ്റർ ബർണർ അല്ലെന്നുണ്ടെങ്കിൽ ഇന്റൽ എക്സ്ട്രീം ട്യൂണിങ് യൂട്ടിലിറ്റി ഉപയോഗിക്കാനായിട്ട് പറ്റും. എക്സ്ട്രീം ട്യൂണിങ് യൂട്ടിലിറ്റിയിൽ നിങ്ങൾക്ക് 2 പ്രൊഫൈൽ സെറ്റ് ചെയ്യാം. എക്സ്ട്രീം ട്യൂണിങ് യൂട്ടിലിറ്റിയിൽ ബാറ്ററി ബാക്കപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആവറേജ് ഒരു 3.5-3.25 മണിക്കൂർ ബാക്കപ്പ് കിട്ടുന്ന ഒരു ലാപ്ടോപ്പാണ് i7 ആൻഡ് i5 HX എന്ന് പറഞ്ഞാൽ കുറേ പേരെന്നെ ചീത്ത വിളിക്കും. കാരണം 1 മണിക്കൂർ 3/4 മണിക്കൂറൊക്കെയാണ് പലർക്കും ബാക്കപ്പ് കിട്ടുന്നത്. ഡിസ്പ്ലേ റിഫ്രഷ് റേറ്റ് 60 ആക്കുക. എഫിഷ്യൻറ്റ് പ്രൊഫൈലിൽ XTU യൂട്ടിലിറ്റിയിൽ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തിടുക. ഞാൻ അതിൻ്റെ സെറ്റിങ്സ് സൈഡിൽ കൊടുക്കാം. നിങ്ങൾ അതിനനുസരിച്ച് ഒരു കസ്റ്റം പ്രൊഫൈൽ XTUവിൽ സെറ്റ് ചെയ്തിട്ടിരുന്നാൽ മതി. തെർമൽ വെലോസിറ്റി ബൂസ്റ്റോ കാര്യങ്ങളോ ഒന്നും XTUവിനകത്ത് ബാറ്ററി മോഡിൽ ആവശ്യമില്ല. പ്യുവർലി എഫിഷ്യൻസി കോൺസെൻട്രേറ്റ് ചെയ്തുള്ള ഒരു പ്രൊഫൈൽ മാത്രം നിങ്ങൾ ഇന്റൽ XTU യൂട്ടിലിറ്റിയിൽ സെറ്റ് ചെയ്തിടുക. പിന്നെ അതേപോലെ തന്നെ പെർഫോമൻസ് മോഡിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ആവറേജ് CPU ടെമ്പറേച്ചർ ഒരു 85 to 88 ഡിഗ്രിയിൽ നിർത്തി പീക്ക് പെർഫോമൻസ് കിട്ടാനുള്ള ഒരു പ്രൊഫൈലും സെറ്റ് ചെയ്തിടുക. അതിൻ്റെ സെറ്റിങ്സും ഞാൻ സൈഡിൽ കൊടുത്തിരിക്കാം. നിങ്ങൾ ഇത് രണ്ടും മാത്രം സെറ്റ് ചെയ്യുക. ഇത് ഹോട്ട് കീ ഉപയോഗിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. സ്റ്റാർട്ടപ്പ് വരുന്ന ഉടനെ Ctrl+Alt+F2 ഞെക്കി കഴിഞ്ഞാൽ എഫിഷ്യൻറ്റ് പ്രൊഫൈലിലേക്ക് പോകും. നിങ്ങൾ അഥവാ പ്ലഗ് ഇൻ ചെയ്യുകയാണെങ്കിൽ Ctrl+Alt+F3 ഞെക്കി കഴിഞ്ഞാൽ ഇത് പെർഫോമൻസ് പ്രൊഫൈലിലേക്ക് പോകും. വളരെ സിമ്പിളാണ്. അതും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഈ ലാപ്ടോപ്പ് ഒരു പെർഫോമൻസ് ബീസ്റ്റ് ആണ്.
ഇത് ഞാൻ എൻ്റെ പ്ലഗ്ഡ് ഇൻ മോഡലുള്ള XTU പ്രൊഫൈലാണ് ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചിരിക്കുന്നത്. പ്രോസസ്സറിൻ്റെ കോർ വോൾട്ടേജ്, അതായത് VRM ആംബിയർ ഞാൻ 205-ലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റോക്ക് 240 വരുന്നത്. അതേപോലെ തന്നെ കോർ ഓഫ്സെറ്റ് വോൾട്ടേജ് ഞാൻ പ്ലഗ്ഡ് ഇൻ മോഡിൽ -0.040 ആണ്. അത് ബാറ്ററി മോഡിൽ ഞാൻ 0.80 ആണ് സെറ്റ് ചെയ്തിരുന്നത്. ടെർബോ മോഡ് മാക്സിമം ഞാൻ PL1 സെറ്റ് ചെയ്തിരിക്കുന്നത് 65 വാട്ട്സ്, PL2 105 വാട്ട്സ്. അതിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഇതൊരു ലാപ്ടോപ്പാണ്. ഈ പറഞ്ഞ കണക്ക് വലിയ കൂളിംഗ് മെക്കാനിസമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഞാൻ ക്ലോക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് P-Core എല്ലാം 46X, അതായത് 4.6 GHz-ലും E-Core എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് 34X-ലുമാണ്, അതായത് 3.4 GHz-ലും. വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള പ്രൊഫൈലാണ്, യാതൊരുവിധ ഇഷ്യൂസും ഇല്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാഷ് വോൾട്ടും കൂടെ കുറച്ച് അണ്ടർ വോൾട്ട് ചെയ്ത് കൊടുക്കുക, 0.80 സെറ്റ് ചെയ്യാം. എന്നും പറഞ്ഞ റെസ്പോൺസീവ്നെസ്സിനൊന്നും യാതൊരു വ്യത്യാസങ്ങളും വരത്തില്ല. ഇതാണ് എൻ്റെ പ്ലഗ്ഡ് ഇൻ പ്രൊഫൈലിൻ്റെ സെറ്റിംഗ്സ് എന്ന് പറയുന്നത്. സ്ട്രെസ് ടെസ്റ്റ് എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നതാണ്. ഞാനിപ്പോൾ പാസ് മാർക്ക് റിസൾട്ട് കാണിക്കാം. അപ്പോൾ നമ്മുടെ കസ്റ്റം പ്രൊഫൈൽ ഇട്ടുള്ള പാസ് മാർക്ക് ടെസ്റ്റ് നമ്മൾ റൺ ചെയ്തു. റിസൾട്ട് നമുക്ക് നോക്കാം. CPU-ൻ്റെ സ്കോർ വരുന്നത് 29,827. നമുക്ക് ആവറേജ് 3D മാർക്ക് സ്കോർ ഫുൾ പെർഫോമൻസിൽ, അതായത് ഫുൾ പവറിൽ ഡിഫോൾട്ട് മോഡിൽ കിട്ടുന്നത് അവരുടെ വെബ്സൈറ്റിൽ 28,800 നമുക്ക് കസ്റ്റം പ്രൊഫൈലിൽ വിത്തൗട്ട് സ്പോയിലിംഗ് ടെമ്പറേച്ചർ 92 ഡിഗ്രിയാണ് പീക്ക് അടിച്ചിരിക്കുന്നത്. നിങ്ങൾ കണ്ടോ, സാധാരണ 100, 102 ഹിറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സറാണ്. 92 ഡിഗ്രി മാത്രമേ പ്രോസസ്സർ എത്തിയിട്ടുള്ളൂ. നമ്മൾ പവർ അത്രയ്ക്ക് ക്യാപ്പ് ചെയ്തിട്ടുണ്ട്. മാക്സിമം എത്തിയിരിക്കുന്ന CPU പവർ 91 വാട്ട്സ്. അത് നമ്മൾ 205 ആംബിയറിൽ നമ്മുടെ VRM ക്യാപ്പ് ചെയ്തിരിക്കുന്നത് കൊണ്ടും ആ പെർഫോമൻസിൽ കാര്യമായിട്ടുള്ള ബൂസ്റ്റ് ഉണ്ട്. പക്ഷെ CPU-ൻ്റെ പെർഫോമൻസ് കൂടുതൽ കിട്ടി. 29,827 മൾട്ടി ത്രെഡ് സ്കോർ കിട്ടിയിരിക്കുന്നത്. ഗ്രാഫിക്സും ഈ 4050-ക്ക് അറൗണ്ട് ഒരു 14,700 ആവറേജ് കിട്ടുന്നുള്ളൂ. 16,766 നമുക്ക് കിട്ടിയിരിക്കുന്ന സ്കോർ. സോ ബാക്കി എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള സ്കോറുകളാണ്. ഡിസ്ക് Gen 4 ആണ്, അതുകൊണ്ട് തന്നെ 38,000. മെമ്മറി 16 GB DDR5 ആണ്, 2,831 കിട്ടുന്നുണ്ട്. സോ ഇതാണ് പാസ് മാർക്ക്. നമുക്ക് ആ സിംഗിൾ ത്രെഡ് പെർഫോമൻസോടെ ഒന്ന് നോക്കാം. സിംഗിൾ ത്രെഡ് പെർഫോമൻസ് കൂടുതൽ കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. 3,490 ആവറേജ് സിംഗിൾ ത്രെഡ് പെർഫോമൻസ് എന്നുണ്ടെങ്കിൽ വോൾട്ടേജും ആംബിയറും എല്ലാം നമ്മൾ കസ്റ്റം പ്രൊഫൈലിൽ ഇട്ടപ്പോൾ 3,716. ഒരു ഗെയിമറെ സംബന്ധിച്ച് കിട്ടാവുന്നതിൻ്റെ പീക്ക് പെർഫോമൻസ്, സിംഗിൾ ത്രെഡ് പെർഫോമൻസ് നിങ്ങൾക്ക് ഈ ഒരു കസ്റ്റം പ്രൊഫൈലിൽ നിന്ന് കിട്ടും വിത്തൗട്ട് എനി ഓവർ ഹീറ്റിംഗ്. അതാണ് കസ്റ്റം പ്രൊഫൈൽ ഇന്റൽ XTU-ൽ സെറ്റ് ചെയ്യുന്നതിന്റെ ഗുണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ബാറ്ററി ബാക്കപ്പും. ഈ നമ്മളൊരു കസ്റ്റം പ്രൊഫൈൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ല ബാറ്ററി ബാക്കപ്പ് കിട്ടും. ഒരു 3.25 മണിക്കൂറൊക്കെ പുഷ്പം പോലെ ഈ ഒരു ലാപ്ടോപ്പിൽ നിന്ന് കിട്ടും. നമ്മൾ പറയും ഓവർ ഹീറ്റ് ആണ്, അതാണ് ഇതാണെന്നൊക്കെ. പക്ഷേ ലെനോവോയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പോസിറ്റീവ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒരു യൂസറിന് ഇതെല്ലാം വോൾട്ടേജും എല്ലാം കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ അവരുടെ ബയോസിൽ തന്നിട്ടുണ്ട്. വേറെ ഒരു ലാപ്ടോപ്പിലും അത് കിട്ടത്തില്ല. സോ അതുകൊണ്ടാണ് ലെനോവോ ലോക്ക് ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ഒരു ലാപ്ടോപ്പായി മാറിയത് ഇപ്പോൾ മാർക്കറ്റിൽ. പാസ് മാർക്കിന്റെ റിസൾട്ട് നിങ്ങൾ കണ്ടല്ലോ. ഇനി നമുക്ക് 3D മാർക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. 9,157 നമുക്ക് കിട്ടിയിരിക്കുന്ന സ്കോർ. ആവറേജ് സ്കോർ സാധാരണ കിട്ടുന്നത് 9,294. ബെസ്റ്റ് 9,470. അതെല്ലാം പവർ ക്യാപ്പ് ചെയ്യാതുള്ള സെറ്റിംഗ്സിൽ കിട്ടേണ്ടതാണ്. നമ്മൾ ഈവൻ ക്ലോക്ക് സ്പീഡ് പോലും കുറച്ചാണ് ഈ ഒരു പ്രൊഫൈലിലും വെച്ചിരിക്കുന്നത്. സോ അതുകൊണ്ട് ആവറേജിന് അടുത്തുള്ള ഒരു സ്കോർ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വിത്തൗട്ട് ഒരു തെർമൽ പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടായിട്ടില്ല. CPU ടെസ്റ്റ് നടന്ന സമയത്ത് മാത്രം CPU 97 ഡിഗ്രി വരെ മാത്രമേ എത്തിയിട്ടുള്ളൂ. ഗെയിമിങ്ങിൽ യാതൊരു ഇഷ്യൂസും ഉണ്ടായിട്ടില്ല. 103.9 നമുക്ക് CPU പാക്കേജ് പവർ മാക്സിമം എടുത്തിരിക്കുന്നത്. ഇനി ഗെയിമിംഗ് പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ RDR2 ഓൺ 1080p അൾട്ര നിങ്ങൾക്ക് ഒരു 95+ FPS പ്ലേയബിൾ ആണ്. ബാറ്റിൽഫീൽഡ് 5 180+ FPS പ്ലേയബിൾ ആണ്. TF5 അത് പറയുമ്പോൾ ആൾക്കാർ കളിയാകും അല്ലേ. 170+ FPS പ്ലേയബിൾ ആണ്. സോ വേറൊരു ഗെയിമിംഗ് ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. എക്സലൻ്റ് ഒരു സ്കോർ തന്നെയാണ് നമുക്ക് ഗെയിമിങ്ങിനും കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഗ്രാഫിക് കാർഡ് ഓവർക്ലോക്ക് ചെയ്തിട്ടില്ല. CPU-ന് നമ്മൾ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പ്ലഗ്ഡ് ഇൻ പ്രൊഫൈലിലാണ് ഇട്ടിരിക്കുന്നത്, ഞാൻ പറഞ്ഞു. സോ ഇത്രയും സ്കോറൊക്കെ പോരെ. അപ്പോൾ ഓവറോൾ ഒരു വലിയ ബെറ്റർ സ്കോർ തന്നെയാണ് നമുക്ക് ഇതിനും കിട്ടിയിരിക്കുന്നത്. ബഡ്ജറ്റിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ബെഞ്ച് മാർക്കാണ് നമ്മൾ റൺ ചെയ്യാൻ പോകുന്നത്. നല്ല ഹെവി സൈസാണ്. ബഡ്ജറ്റ് ആദ്യം നമ്മൾ ഡാവിഞ്ചി റൺ ചെയ്യുന്നു വേർഷൻ 21. എങ്ങനെയുണ്ട് ബെഞ്ച് മാർക്ക് എന്നൊന്ന് നോക്കാം. അറിയാമല്ലോ, ഡാവിഞ്ചി 16 GB റാമിലെങ്ങും ഒന്നും ആവത്തില്ല. എങ്കിലും നമുക്ക് ഒരു കമ്പാരിസൺ സ്കോർ അറിയാൻ പറ്റും, എഡിറ്റിംഗ് പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്നുള്ളത്. ആവറേജ് നമുക്കൊരു 65,000 70,000 ഒക്കെ കിട്ടേണ്ടതാണ്. സ്കോർ വരുമ്പോഴത്തേക്ക് നമുക്കറിയാം നല്ല ടൈം എടുക്കും. അപ്പോൾ ഡാവിഞ്ചിയുടെ സ്കോർ നമുക്ക് കിട്ടിയിരിക്കുന്നത് 50,568.
ഇതിന് തൊട്ട് മുകളിലുള്ള ഒരു സ്കോർ എന്ന് പറയാൻ ആപ്പിൾ മാക്ബുക്ക് പ്രോ M3 Max, അതും 32 GB 48 GB റാം ഒക്കെ വരുന്ന മോഡലാണ്. അറിയാം, നിങ്ങൾക്ക് വിലയൊക്കെ അറിയായിരിക്കും. അപ്പോൾ 91,882 സോ അതുകൊണ്ട് പെർഫോമൻസ് തീരെ മോശമല്ല, അത്യാവശ്യം വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സ്കോറാണ് ഡാവിഞ്ചിയിൽ പോലും നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു 32 GB റാം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായി ഈ മെഷീൻ ഒരു 60-65 റേഞ്ചിൽ നമുക്ക് സ്കോർ കിട്ടും എന്ന് ഉറപ്പാണ്. 6 GB VRAM മാത്രമേ ഉള്ളൂ. VRAM 8-12 GB ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് മേളിൽ സ്കോർ കിട്ടും. നമ്മളിപ്പോൾ ഒരു Acer Predatorൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു. ആ ഒരു ലാപ്ടോപ്പിന് കിട്ടിയത് നമുക്ക് അറൗണ്ട് 91,000 16 GB റാം 12 GB VRAM വെച്ചിട്ട്. സോ അപ്പോൾ VRAM ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഡാവിഞ്ചി വർക്ക് ചെയ്യുന്നവർക്കറിയാം. അപ്പോൾ എഡിറ്റിങ്ങിനും വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സ്കോറാണ് നമുക്ക് ഈ മെഷീൻ തന്നിരിക്കുന്നത്, അതും വിത്ത് മിനിമൽ ടെമ്പറേച്ചേഴ്സ് എന്ന് പറയാം. പീക്ക് യൂസേജിൽ പോലും 97 ആണ് മാക്സിമം ഹിറ്റ് ചെയ്തിരിക്കുന്നത്. 101 ഒക്കെ സുഖമായിട്ട് ഹിറ്റ് ചെയ്യുന്ന പ്രോസറാണിത്. ഞാനിപ്പോൾ ഈ ലാപ്ടോപ്പ് അൺപ്ലഗ് ചെയ്തു, അതേപോലെ തന്നെ പവർ സെറ്റിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് Intel XTUവിനകത്ത് ഒരു ഷോർട്ട് കീ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇതാ നിങ്ങൾക്ക് ഇവിടെ പവർ പ്ലാൻ മാറുന്നതായിട്ട് അറിയാനായിട്ട് പറ്റും. ആണ് ഇപ്പം നമ്മുടെ എഫിഷ്യൻസി പ്രൊഫൈലിലേക്ക് ഇത് മാറിക്കഴിഞ്ഞു. സോ അതാണ് ഈ XTUവിൽ ഒരു പ്രൊഫൈൽ സെറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. ഇതിപ്പോൾ എഫിഷ്യൻറ്റ് പ്രൊഫൈലിലേക്ക് മാറിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് മാക്സിമം ബാറ്ററി ബാക്കപ്പ് ആണ് ഈ ഒരു മെഷീനിൽ നിന്ന് കിട്ടുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 144 ഹെർട്സിൽ നിന്ന് 60 ഹെർട്സ് ആക്കിയിട്ട് കുറച്ചുകൂടെ നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടും കേട്ടോ. വേരിയബിൾ റിഫ്രഷ് റേറ്റ് സപ്പോർട്ടഡ് അല്ല, സോ മാനുവലായിട്ട് നിങ്ങൾ റിഫ്രഷ് റേറ്റ് സ്വിച്ച് ചെയ്ത് ഇടേണ്ടി വരും ഈ ഒരു ലാപ്ടോപ്പിൽ. അപ്പോൾ നമ്മൾ ഈ ലാപ്ടോപ്പിൻ്റെ ഒരുവിധം എല്ലാ ആസ്പെക്റ്റുകളും ചെക്ക് ചെയ്തു. പവർ പ്ലാൻ എങ്ങനെയാണ് കസ്റ്റമൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആ കസ്റ്റമൈസ്ഡ് പവർ പ്ലാനിൽ നിന്ന് മാക്സിമം പെർഫോമൻസ് എങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞു. സോ 13th and 14th ജനറേഷൻ ലാപ്ടോപ്പുകളായിരിക്കും ഇനി നമുക്ക് കൂടുതലും കിട്ടാനായിട്ട് പോകുന്നത്. അത് കഴിവതും ലെനോവോ ചൂസ് ചെയ്യണം എന്ന് പറയുന്ന കാര്യം അതാണ്. നമ്മൾ ഈ ഓവർ ഹീറ്റിംഗ്, ബാറ്ററി ബാക്കപ്പ് ഇഷ്യൂസ് എല്ലാം പലരും കംപ്ലൈൻറ്റ് പറഞ്ഞ് മടുക്കാറുണ്ട്, ബോർഡ് ഇഷ്യൂസ് പറയാറുണ്ട്. സോ അതിനെല്ലാം നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ലെനോവോ നമുക്ക് തന്നിട്ടുണ്ട്. അത് നമുക്ക് Intel XTU വെച്ചോ ത്രോട്ടിൽ സ്റ്റോപ്പ് വെച്ചോ ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ലാപ്ടോപ്പിൻ്റെ എക്സ്റ്റൻഡഡ് വാറണ്ടി ഓണത്തിന് 1,500 രൂപയ്ക്കാണ് കിട്ടുന്നത്. പ്രൈസ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. i5 അറൗണ്ട് ഒരു 1.15 ലാക്സിൽ താഴെയും i7 ഒരു 1.5 ലാക്സിൽ താഴെയാണ് വരുന്നത്. റാം, SSD, എക്സ്പാൻഷൻ നമ്മളിത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇപ്പോഴത്തെ ഒരു പ്രൈസ് സൈക്കിൾ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിച്ചാൽ മാത്രമേ പറ്റൂ. അപ്പോൾ ഈ ലാപ്ടോപ്പിനെ കുറിച്ച്, ഇതിൻ്റെ കസ്റ്റമൈസേഷനെ കുറിച്ചോ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബൈയിങ് ഓപ്ഷൻ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നമ്പർ കൊടുത്തിരിക്കാം, ഞങ്ങളുടെ സ്റ്റോർ നമ്പേഴ്സ് കൊടുത്തിരിക്കാം. നമുക്ക് അറൗണ്ട് ഒരു 8 ലെനോവോ സ്റ്റോർ ഓൾ കേരള അവൈലബിൾ ആണ്. ട്രിവാൻഡ്രം, കൊല്ലം, പിന്നെ അതേപോലെ തന്നെ കോട്ടയം, തൃശ്ശൂർ, പാലക്കാട്, അങ്ങനെയുള്ള എല്ലായിടത്തും ലെനോവോ സ്റ്റോറുകളുണ്ട്. ഇത് വാങ്ങാനുള്ള ഓപ്ഷൻസ് അവിടെ അവൈലബിൾ ആണ്. സോ അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം.